നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നേ വരെ മനസ്സാ വാച വീഴാത്ത മരത്തിന്റെ ചില്ല ഇപ്പൊ വീണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? പറ പറ. ഈ ദിക്കുന്നവളുടെ വരവ്. അല്ല, രണ്ടാളും എന്താണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞങ്ങള് ജഗനെയും മദനെയും അല്ല, അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് വാ. വന്ദനെ, അച്ഛനും അമ്മയ്ക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒന്നും വേണ്ട മോനെ. അല്ല, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? മകളെ കെട്ടിച്ചേച്ച വീട്ടിലേക്ക് വരാൻ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? മകളെ കെട്ടിച്ചേച്ച വീട്ടിലേക്കെന്നോ? ആര് കെട്ടിച്ചയച്ചു? ഞാൻ താലിയെടുത്ത് കൊടുത്തിട്ടാണോ നിന്റെ ഈ മകൻ ഇവളുടെ കഴുത്ത് താലി കെട്ടിയത്? മോന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം മോളുടെ കാര്യത്തിലും ആ യോഗം ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഓ, അപ്പൊ നീ എന്നെ ബോധവൽക്കരിക്കുകയാണോ? ഒരു വീട്ടിലേക്ക് വന്ന് കേറിയവരോട് സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ പാലിക്കണോന്ന് പറയുമായിരുന്നു. ഇത് ഈ വീട്ടിലെ രണ്ടു മക്കളുടെ സംബന്ധക്കാരാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചതാ. വേണ്ട, ഇനിയും നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോളാം. ജഗന്റെയും വന്ദനയുടെയും കല്യാണം കഴിഞ്ഞുള്ള വിരുന്ന് ചടങ്ങിന് ക്ഷണിക്കാനാ വന്നേ. ചന്ദ്രിക ക്ഷേത്രത്തിൽ വെച്ചൊരു സ്വാമിജിയെ കണ്ടിരുന്നു. സ്വാമിജി എല്ലാ ദോഷവും മാറാൻ വിവാഹശേഷമുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരാതെ മുറയോടെ നടത്തണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചടങ്ങ് ഇതാണല്ലോ. അതെ. അപ്പോ വിരുന്നിന് എല്ലാവരും വരണം. അയ്യോ, സദ്യ കഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ഇരുവരും തൊഴണമെന്ന് സ്വാമിജി പറഞ്ഞു. ദോഷം മാറാൻ വിരുന്നു സൽക്കാരവും കുലദേവതാ പ്രീതിയും കൊള്ളാം. മാധവൻ നായരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ പാപദോഷം മാറ്റാൻ ഇനി ബാന്റെ ഒന്നും ആവശ്യമില്ല. ആ കുടുംബത്തിന്റെ ദോഷമെല്ലാം മാറിക്കഴിഞ്ഞു. കാരണം ഇരുന്നിടം മുടിക്കുന്ന ശകുനപ്പിഴ ഇപ്പോ ഈ വീട്ടിലേക്ക് മാറിയല്ലോ. അച്ഛാ, വീട്ടിൽ വന്ന അതിഥികളോട് അനാവശ്യം പറയരുത്. സുമലതാമ്മേ, എന്റെ മോള് ഈ വീട്ടിൽ കയറി വന്നിട്ട് ആർക്കെന്ത് ദോഷം സംഭവിച്ചത്? ജാതകദോഷക്കാരി എന്ന പേരില് എന്റെ കുഞ്ഞ് കേട്ട പഴിക്ക് കയ്യും കണക്കുമില്ല. ഇനിയും എന്റെ കുഞ്ഞിന്റെ മനസ്സിനെ അനാവശ്യമായിട്ട് കുത്തി നോവിച്ച ഇടുത്തി വീഴും. വീണല്ലോ. വീണത് ഇടുത്തിയല്ലെന്നേ ഉള്ളൂ. മുറ്റത്ത് മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോ ഇന്നേ വരെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴാത്ത ഒരു വലിയ മരത്തിന്റെ കൊമ്പ് എന്റെ തലയുടെ മേളിലേക്ക് വീഴാൻ വന്നു. അതിനാണ് തലനാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത്. ഇന്നേ വരെ മനസ്സാ വാച വീഴാത്ത മരത്തിന്റെ ചില്ല ഇപ്പൊ വീണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? പറ പറ. ഈ ദിക്കുന്നവളുടെ വരവ്. സാറേ, ഇവളുടെ ജാതകദോഷമാ എന്റെ ജീവനെടുക്കാൻ പോയത്. അതിനെന്താ സംശയം? ഞാനും അനുഭവിച്ചതല്ലേ. എന്റെ കുഞ്ഞിനെ ഇവള് നിർത്ത്.
കുറെ കള്ളക്കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുക. വന്ദന ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ആ മരച്ചിൽ ഒടിഞ്ഞു വീണപ്പോ തള്ളി മാറ്റിയത് ഈ നിൽക്കുന്ന ഹരിതയല്ല, വന്ദനയാ. അപ്പൊ വന്ദന ദാനം തന്ന ജീവനും കൊണ്ടാ വന്ദനയ്ക്കെതിരെ അച്ഛൻ സംസാരിക്കുന്നെന്ന് ഓർക്കണം. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹമോ ഈ നിൽക്കുന്ന വന്ദനയോ കുറുപ്പ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ നിങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വിരുന്നിന് ഈ വീട്ടിൽ നിന്നും ഒരാളും വരില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാമെന്ന് കരുതി ആരും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരികയും വേണ്ട. വന്നത് പോട്ടെ. അന്നത്തേക്കുള്ള അന്നത്തിന് വകയില്ലാത്ത ഈ ഇരപ്പകളോടൊക്കെ ബന്ധം കൂടാൻ ഈ കുറുപ്പ് തയ്യാറല്ല. എന്റെ അച്ഛൻ ആരോട് ഇരക്കാൻ വന്നതൊന്നുമല്ല. ഇന്ന് വരെ മാധവൻ നായരെ ഇടന്ന് ജീവിച്ചിട്ടുമില്ല. വേണ്ട മോളെ. ഇല്ല അമ്മേ, ആര് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. വേണ്ട മോളെ, അച്ഛനും അമ്മയും വന്നത് നല്ലൊരു കാര്യം പറയാനും ക്ഷണിക്കാനും അല്ലേ. എന്റെ ഭാഗത്തുനിന്നോ എന്റെ മകളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കണം. ഇവരെ വരാൻ അനുവദിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി വരണം. ഞങ്ങൾ ഇറങ്ങാം. അതെ, ഇനി അവരെ യാത്ര അയച്ചിട്ടേ വരുള്ളൂ. ഒന്ന് വന്നാട്ടെ. അച്ഛാ, എല്ലാത്തിനും മാപ്പ്. ഏയ്, അതൊന്നും സാരമില്ല മോനെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അച്ഛാ, വിരുന്നിന് ഞങ്ങൾ എത്തിയിരിക്കും. ആ മോളെ, നീ നേരത്തെ അങ്ങ് എത്തണം കേട്ടോ. ഇല്ല, ഞാൻ വരില്ല. നരകത്തിലേക്ക് ഇനി ഞാനില്ല. ഹരിതേ, ദയവ് ചെയ്തനെ നിർബന്ധിക്കരുത്. ഹരിതേ, എന്നാ ഞങ്ങൾ ഇറങ്ങാം മോളെ. ശരി. ആ, ശരി അമ്മേ. വന്ദന, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.